വീണ്ടും കാട്ടാനാക്രമണം. തൃശൂർ താമരവെള്ളച്ചാലിൽ വനവിഭവങ്ങൾ ശേഖരിക്കാൻ കാട്ടിൽ പോയ ആദിവാസിയെ കാട്ടാന ചവിട്ടിക്കൊന്നു. താമരവെള്ളച്ചാൽ സങ്കേതത്തിലെ പ്രഭാകരൻ എന്ന 60-കാരനാണ് കൊല്ലപ്പെട്ടത്. കൂടെയുണ്ടായിരുന്ന 2 പേർ തലനാരിഴക്കാണ് രക്ഷപ്പെട്ടത്. പ്രഭാകരനും മകനും മരുമകനും കൂടി ഇന്ന് വെളുപ്പിനാണ് ഉൾക്കാട്ടിൽ അലക്ക് സോപ്പ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ചീനിക്കായ പെറുക്കാൻ പോയത്. ആ സമയത്തായിരുന്നു കാട്ടാനാക്രമണം. കേരള വികസനത്തെക്കുറിച്ച് പ്രകീർത്തിച്ച് തന്റെ മുൻ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് ശശി തരൂർ MP. കേരളത്തിന് വേണ്ടിയാണ് താൻ നിലപാട് സ്വീകരിക്കുന്നത്. മുൻപ് പറഞ്ഞ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് ശശി തരൂർ വ്യക്തമാക്കി. തന്റെ മുമ്പിൽ വന്ന കണക്കുകൾ വെച്ചാണ് താൻ ലേഖനം എഴുതിയത്. മറ്റു കണക്കുകൾ ഉണ്ടെങ്കിൽ അതും താൻ ഉൾക്കൊള്ളും. രാഹുൽ ഗാന്ധിയെ കണ്ടു കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ഡിവൈഎഫ്ഐയുടെ സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവലിൽ പങ്കെടുക്കില്ല എന്നും ശശി തരൂർ വ്യക്തമാക്കി. അതേസമയം ശശി തരൂരിനെ പിന്തുണച്ച് KPCC പ്രസിഡന്റ് K സുധാകരനും രംഗത്തെത്തിയിരുന്നു. മൂന്നാർ മാട്ടുപ്പെട്ടിയിൽ വിനോദസഞ്ചാരികളുടെ ബസ് മറിഞ്ഞ് 3 മരണം. എക്കോ പോയിന്റിന് സമീപമായിരുന്നു ബസ് മറിഞ്ഞത്. അമിത വേഗതയാണ് അപകട കാരണമായതെന്നാണ് ദൃക്സാക്ഷികൾ നൽകുന്ന വിവരം. കന്യാകുമാരിയിൽ നിന്നുള്ള വിദ്യാർത്ഥി സംഘമാണ് അപകടത്തിൽപ്പെട്ടത്. 45 പേരാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത്. പരിക്കേറ്റവരെ മൂന്നാർ ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി. തെറ്റുകൾ ചെയ്യാതിരിക്കൂ, സംശുദ്ധ പ്രവർത്തനം തുടരൂ എന്ന SFI പ്രവർത്തകരോട് പിണറായി വിജയൻ. തെറ്റിനെതിരെ പടപൊരുതി SFIയുടെ പ്രത്യേകത സൂക്ഷിക്കാൻ പ്രവർത്തകർക്ക് കഴിയട്ടെ എന്നും പിണറായി വിജയൻ പറഞ്ഞു. തിരുവനന്തപുരത്ത് SFIയുടെ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. നെന്മാറ ഇരട്ടക്കൊലപാതക കേസിൽ കുറ്റസമ്മതമൊഴി നൽകാൻ തയ്യാറല്ലെന്ന് പ്രതി ചെന്താമര. അഭിഭാഷകനുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷമാണ് ചെന്താമര നിലപാട് മാറ്റിയിരിക്കുന്നത്. ചിറ്റൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ചെന്താമരയെ ഹാജരാക്കിയത്. പ്രതിയുടെ കുറ്റസമ്മതമൊഴി എടുക്കാൻ വേണ്ടിയാണ് ജഡ്ജിക്ക് മുമ്പിൽ ഹാജരായത്. കുറ്റസമ്മതമൊഴി രേഖപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട നിരവധി ചോദ്യങ്ങളുണ്ടായിരുന്നു. ആ ചോദ്യങ്ങൾക്കെല്ലാം കൂസലില്ലാതെയായിരുന്നു പ്രതിയുടെ മറുപടി. മതവിദ്വേഷം ഗുരുതര കുറ്റകൃത്യമായി പരിഗണിക്കണമെന്ന് ഹൈക്കോടതി. മതവിദ്വേഷ പരാമർശ കുറ്റത്തിനുള്ള ശിക്ഷ വർദ്ധിപ്പിക്കണമെന്നും ഹൈക്കോടതി അറിയിച്ചു. BJP നേതാവ് PC ജോർജിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കവെയായിരുന്നു ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണന്റെ പരാമർശം. മുല്ലപ്പെരിയാർ ഡാമുമായി ബന്ധപ്പെട്ട തർക്കങ്ങളിൽ മേൽനോട്ട സമിതി പരിഹാരം കാണണമെന്ന നിർദ്ദേശവുമായി സുപ്രീം കോടതി. കേരളവും തമിഴ്നാടും തമ്മിലുള്ള തർക്കങ്ങൾ പുതിയ മേൽനോട്ട സമിതിക്ക് മുമ്പിൽ ഉന്നയിക്കാനും സുപ്രീം കോടതി നിർദ്ദേശിച്ചു. മേൽനോട്ട സമിതിയിലൂടെ വിഷയങ്ങൾ പരിഹരിക്കാനാകുമെന്നാണ് സുപ്രീം കോടതിയുടെ നിരീക്ഷണം. ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ തിക്കിലും തിരക്കിലും പെട്ട് 18 പേർ മരിച്ച സംഭവത്തിൽ കേന്ദ്ര സർക്കാരിനും റെയിൽവേക്കുമെതിരെ രൂക്ഷ വിമർശനവുമായി ഡൽഹി ഹൈക്കോടതി. ഒരു കോച്ചിൽ ഉൾക്കൊള്ളിക്കാവുന്നതിലുമധികം ടിക്കറ്റുകൾ വിൽപ്പന നടത്തിയത് എന്തിനാണെന്ന് ഹൈക്കോടതി ചോദിച്ചു. വിൽപ്പന നടത്തിയ ടിക്കറ്റുകളുടെ എണ്ണം ബർത്തുകളുടെ എണ്ണത്തേക്കാൾ വർദ്ധിച്ചത് എങ്ങനെയാണെന്നും കോടതി ചോദിച്ചു. റെയിൽവേയുടെ അനാസ്ഥയാണ് അപകടത്തിന് കാരണമെന്നും കോടതി ചൂണ്ടിക്കാട്ടി. കൈക്കൂലി, സാമ്പത്തിക തട്ടിപ്പ് ഉൾപ്പെടെയുള്ള കേസുകളിൽ അദാനി ഗ്രൂപ്പ് സ്ഥാപകൻ ഗൗതം അദാനിക്കും സാഗർ അദാനിക്കുമെതിരായ അന്വേഷണത്തിൽ ഇന്ത്യയുടെ സഹായം തേടി US ഓഹരി വിപണിയുടെ നിയന്ത്രണ ഏജൻസിയായ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷനാണ് ഇന്ത്യയുടെ സഹായം അഭ്യർത്ഥിച്ചിരിക്കുന്നത്. ICC ഏകദിന റാങ്കിങ്ങിൽ ബാബർ അസാമിനെ മറികടന്ന് ഇന്ത്യൻ ബാറ്റ്സ്മാൻ ശുഭ്മൻ ഗിൽ ലോക 1-ാം നമ്പർ ബാറ്റ്സ്മാനായി. ഇംഗ്ലണ്ടിനെതിരായ 3 മത്സരങ്ങളുള്ള പരമ്പരയിലെ തകർപ്പൻ പ്രകടനത്തിലൂടെയാണ് ഗില്ലിന്റെ നേട്ടം. ചാമ്പ്യൻസ് ട്രോഫി മത്സരങ്ങൾക്ക് മുമ്പുള്ള ഈ നേട്ടം താരത്തിനും ആരാധകർക്കും ആത്മവിശ്വാസം നൽകും. ഇംഗ്ലണ്ടിനെതിരെയുള്ള പരമ്പരയിൽ 1 സെഞ്ചുറിയും 2 അർദ്ധ സെഞ്ചുറിയുമടക്കം 259 റൺസും താരം നേടിയിരുന്നു.